എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും തിരക്കിലാണ്. കുറച്ച് ആളുകളൊക്കെ ഇവിടെ മുന്നോട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ആക്ടിവിറ്റി, ഒരു മെന്റലിസം മാത്രം ചെയ്യുന്നത്. ആ മെന്റലിസ്റ്റാണ്. ബാബാക്ക് പറഞ്ഞ മെന്റൽ ലിസ്റ്റിലുള്ള ആളല്ല കേട്ടോ. കേൾക്കണില്ല? ക്ലിയർ ആണല്ലേ? ഒരാള് വേദിയിൽ നിന്ന് ഒരാളൊന്ന് പെട്ടെന്ന് വരാം. പെട്ടെന്ന് വന്നു. ആരുല്ലേ? സുഖമില്ലാത്ത 2-3 മിനിറ്റ് കൊണ്ട് തീർക്കാം കേട്ടോ. ഏതായാലും വളരെ സന്തോഷം ഒരു കാര്യം അറിയിക്കുകയാണ്. 3 വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഏതായാലും അടുത്ത നിമിഷം അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങും. ഓക്കെ, മെന്റലിസാണ് ചെയ്യുന്നത്. പിന്നെ ജാഫർ മാഷ് ഒരു നമ്പർ മനസ്സിൽ കരുതുക കേട്ടോ. മനസ്സിൽ കരുതില്ല. കരുതല്ല, ഒന്നിങ്ങനെ ഇമേജ് ചെയ്യാം കേട്ടോ. മീഡിയത്തിലേക്ക് കേട്ടോ. ബോക്സ് ചെയ്ത് ഓക്കെ. ആ നമ്പർ ഒന്ന് പറയാം മാഷ. ഒന്ന് ഉറക്കനെ പറഞ്ഞത്. ആ മൈക്കെടുത്തത് ഒരു മൈക്ക്. നമ്പർ ഒന്ന് പറയാം. 63. നമ്പറുകൾ പിന്നെ മാറ്റോ? മാറ്റിയിട്ടില്ല. നമ്പർ മാറ്റിയിട്ടില്ല. എന്താ 63 പറയാൻ കാരണം എന്താണ്? ഞാൻ മനസ്സിൽ മാറാതിരിക്കാണ്ട് പ്രവാചകന്റെ വയസ്സ് മനസ്സിൽ കരുതുക. അങ്ങനെ കരുതിയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു. ഇല്ല, ഇതിലൊരു നോട്ട് പാഡ് ഉണ്ട്. ഇതിന് ഷോപ്പിംഗ് ലിസ്റ്റ്. ആ ഷോപ്പിംഗ് ലിസ്റ്റ് ഒന്ന് ഓണാക്കുക. അതിലുള്ളതിനെ വായിക്കണ്ട, മനസ്സിൽ നോക്കുക. ആ നോക്കിയാലൊക്കെ വ്യത്യസ്ത പേരുകളല്ലേ നോക്കുക. വ്യത്യസ്ത പേരുകളാണ് നോക്കുക. അതെ, നിങ്ങൾ പറഞ്ഞ നമ്പർ ഉള്ള സാധനം മനസ്സിലാക്കി. നിങ്ങൾ പറഞ്ഞ ഓക്കെ അല്ലേ? നിങ്ങൾ മനസ്സിലുള്ള അല്ലേ? അത് ഓർക്കനെ പറയാം. ആപ്പിളോ? അത് നമ്പർ മാറ്റി. നമ്മളെ കുട്ടികൾ ചെലവിന്റെ ശരിയാവും നമ്മള് ശില്പാക്കിയാലല്ലോ. ആപ്പിളാണോ? സത്യം. ഒരാളും കൂടി വരും. ഒരാളൊന്ന് പെട്ടെന്ന് ആ വേഗം വരും. മാഷ് നിങ്ങൾ നമ്മളെ പാറ വെച്ചതാണ് എനിക്ക് സംശയം. ഇയാൾ വന്നപ്പോ തന്നെ എനിക്ക് തോന്നിയത്. നിങ്ങൾ നമ്പർ മാറ്റി മാഷെ, ഉറപ്പല്ലേ? നിങ്ങൾ ഒരു നമ്പർ മനസ്സിലാക്കുക. നമ്മളെ പറ്റിച്ച് അത് കളിക്കട്ടെ. മനസ്സിൽ കരുതാ കേട്ടോ. നിങ്ങൾക്ക് 100-ന്റെ 90-ന്റെ ഇടയിൽ 100-ൽ 1-ന്റെ ഇടയിലുള്ള ഏത് അപ്പുറത്ത് മനസ്സിൽ കരുതാം. കരുതില്ലേ? ഫോണാണോ? ഇനി ആ നമ്പർ ഒന്ന് പറയാം കേട്ടോ. നമ്പർ ഒന്ന് പറഞ്ഞോളൂ. 47. കോള് 47 നിങ്ങൾ നേരത്തെ എഴുതാൻ പറ്റിച്ചിട്ടില്ലല്ലോ. ഉറപ്പില്ലേ? ഇതില് കുറച്ച് സെലിബ്രിറ്റീസിന്റെ പേരുകളുണ്ട്. നടന്മാരുടെ പേരുകളാണ്. നിങ്ങളെത്ര നമ്പറാണ്? ഇതൊക്കെ പേരുകൾ വ്യത്യസ്തല്ലേ? വ്യത്യസ്തമാണല്ലോ. 47ാമത്തെ നമ്പറിൽ നിങ്ങൾ പേരുണ്ട് കണ്ടെത്തല്ലേ അല്ലേ? ഇയാൾ പറഞ്ഞ മാറ്റരുത്. ആ പേരൊന്ന് ഉറക്കനെ പറഞ്ഞേ. സർ ഐസക് ന്യൂട്ടൺ. എന്ത്? ഐസക് ന്യൂട്ടൺ. നിങ്ങളിത് 2 ആൾക്കാരെ പറ്റിക്കാൻ പോയാണ്. ഈ 2 ആളുകളെ നമ്മള് പെരിന്തൽമണ്ണ വെൽക്കം ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ അങ്ങളുള്ള ആളുകളെ വീടും തുറന്നേ. ആരെങ്കിലും പെരിന്തൽമണ്ണ വെൽക്കം ഗ്രൂപ്പ് സംശോഷന്റെ മൊബൈലുണ്ട്. അതിലാ വെൽക്കം ഗ്രൂപ്പിന്റെ വീട്ടിൽ വീഡിയോ ഉണ്ട്. ഇത് ഒരു മിനിറ്റ്. നിങ്ങളെന്താ പറഞ്ഞേ? ഇതെന്താ പറഞ്ഞേ? ഐസക് ന്യൂട്ടൺ. ഇത് തമ്മിൽ എന്തോ ബന്ധമുണ്ടോ? എന്ത് ബന്ധമുണ്ടോ? ഉണ്ട്. അതെന്ത് സംഭവം? എനിക്കിതിരെ ബാവാക്കാന്റെ ഒരു സഹായമാണ്. ബാവാക്ക, ഇവര് നമ്മളെ ശരിക്കും പദ്ധതിക്കാണ്. നിങ്ങളാണ് നമ്മളെ രക്ഷപ്പെടുത്താറ്. ഇയാൾ 2 ആൾ നമ്പർ മാറിയിട്ടുണ്ട്. ആ വീഡിയോയിൽ എന്താ പറയുന്നത് കേട്ടോ? ആ വീഡിയോ തുറന്നൊന്ന് പ്ലേ ചെയ്യും. ആ വീഡിയോ പ്ലേ ചെയ്യും. നമ്മളെ വെൽക്കം ഗ്രൂപ്പിൽ ഞാനൊരു വീഡിയോ ഇട്ടുണ്ട്. അതെ ഒന്ന് വരും. പെട്ടെന്ന് അതിലൊരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. 2 മിനിറ്റ് കൊണ്ട് കേട്ടോ. ഇവരെ നമ്മളെ പറ്റിച്ചതാന്ന് തോന്നുന്നുണ്ട്. ആരെന്താ പറയുന്നത്?
കാര്യം കാര്യം അതാരാണ് ഇന്റർവ്യൂല് അതിൽ ഇന്റർവ്യൂ ആരാ ജമാൽ സാർ. അതിലല്ലേ ജമാൽ സാറല്ലേ അതിന്റെ ഇന്റർവ്യൂ ആരാണ് ഞാന് ബാബാക്കാന്റെ പ്രസംഗം കഴിഞ്ഞേക്ക് ഒരു കവർ കൊടുത്തത് ബാബാക്കാന്റെ ടീ ആണ് വേണ്ടെന്നാണ് ആ കവറും തുറന്നല്ലേ ബാബാക്ക ഞാൻ പൈസ നിയന്ത്രിക്കട്ടോ ആ കവറും തുറക്കട്ടോ ഹലോ. തുറന്ന് ആ ഫോട്ടോ ഒന്ന് പുറത്ത് കാണിച്ചാൽ ഒന്ന് കണക്കും തുറന്ന് കാണിച്ചു കൊടുക്കും ആരാണ് ഓക്കെ ഇവര് എന്നെ പറ്റിച്ചതാണെങ്കിലും ഞാനിതില് നേരത്തെ ജാഫർ മാഷ് പറഞ്ഞ പേര് എഴുതിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ പേരെന്താ? മുഹമ്മദ് നവാസ് പറഞ്ഞ ഇതും വരെ നല്ലൊരു കൈയുടെ കേട്ടോ. ഓക്കെ താങ്ക് യു ബൈ ബൈ.